ഫോൺ എവിടെ പോയി? ഫോൺ എവിടെ പോയി? പാച്ചു, അമ്മേന്റെ ഫോണ് കണ്ടോ? കണ്ടില്ല. കണ്ടില്ല? നീ എടുത്തിരുന്നോ? എവിടെ പോയി? എവിടെ പോയി? നിങ്ങൾ എന്താക്ക? നിങ്ങൾക്ക് എന്താ എന്റെ ഫോണില് പരിപാടി? ഞാൻ ഈ വീട് മുഴുവൻ തപ്പി നടക്കുമായിരുന്നു എന്റെ ഫോണ്. ആരാ അഭിഷേക്? ഏത് അഭിഷേക് ബച്ചനോ? അഭിഷേക് ബച്ചൻ അല്ലാതെ ആ വട്ടക്കണറുള്ള ഒരു ചങ്ങായി ഉണ്ടല്ലോ, മുടിയിട്ടില്ല, ഓനാരാ? എന്റെ കൂടെ 4ാം ക്ലാസ്സിൽ ആശ്രമ സ്കൂളിൽ പഠിച്ചതാണ്. ഒരു ബാക്ക് ബെഞ്ചുകാരൻ, കറുത്ത് മെലിഞ്ഞിട്ട്, ഒന്നും പറയണ്ട, ഫുൾ മൂക്കള് കളിച്ച് പുറത്ത്, എപ്പോഴും ക്ലാസ്സിന് പുറത്തായിരിക്കും. ഓൻ ക്ലാസ്സിന് പുറത്താണോ അകത്താണോ എന്നുള്ള വിഷയം. ഓൻ ഇന്നലെ രാത്രി എനക്ക് 12 മണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തിനോ മെസ്സേജ് അയച്ചു? ഈ കല്യാണം കഴിഞ്ഞ് പോയ ഒരാളാണോ എന്ന് അറിയില്ലേ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. കണ്ടോ ഇല്ലെന്നല്ല, ഈ 4ാം ക്ലാസ് പഠിച്ച ഒരു ചങ്ങായി ആണെങ്കിൽ ഓൻ എന്തിനാ ഈ കൂടെ പഠിച്ചാക്ക മെസ്സേജ് അയക്കുന്നത്? അതിന്റെ കാര്യം എന്തിനാ? അത് വാങ്ങാൻ ഏറ്റുവാങ്ങാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തിനു നിൽക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, ഈ അഭിഷേകിനെ ഇന്ന് ബ്ലോക്ക് ചെയ്തേക്കണം. എന്തിനെന്നുള്ളതല്ലേ? നാളെ എനക്ക് ഓന് മെസ്സേജ് അയക്കാൻ തോന്നുന്നു, ഓനെ തിരിച്ചെനക്ക് മെസ്സേജ് ചെയ്യും, പിന്നെ സംശയം നിങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അത് നടക്കൂല. അതുകൊണ്ട് ഇന്ന് തന്നെ ഓനെ ബ്ലോക്ക് ചെയ്തേക്കണം. മനസ്സിലായോ? നമ്മുടെ അഭിഷേക് എന്ന് പറഞ്ഞ ചങ്ങായിന്റെ മെസ്സേജ് ഇനി എന്റെ മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ വന്നെന്ന് ഞാൻ അറിയട്ടെ. സംശയം അവരോ?